ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദർശാണെങ്കിൽ ദുബായിൽ ജയിലിലാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം മുത്തശ്ശൻ്റെ കളികൾ കൊണ്ട് ആദർശ് അവിടെ ദുബായ് ജയിലിൽ നിന്ന് പുറത്താവുകയാണ്. അങ്ങനെ ആരും അറിയാതെ തന്നെ ആദർശ് അനന്തപുരിയിൽ എത്തിച്ചേരുന്നൊക്കെയുണ്ട്. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാലും ആദർശ് ചില കളികളൊക്കെ അങ്ങ് കളിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിലുള്ള അറിയാനും അഭിയാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ആദർശ് 2 ദിവസം അനന്തപുരിയിൽ തന്നെ ഒളിച്ച് താമസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാകുന്ന രസകരമായ കുറച്ച് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിനൊക്കെ ശേഷം നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞിനെക്കുറിച്ച് ഡോക്ടർ ഒരു സത്യം പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് രണ്ടുപേരുവേ. എന്നാൽ ആദർശ് ഒരു തീരുമാനം എടുക്കുകയാണ്, ഒരു ഉറച്ച തീരുമാനം. നയനയെ ഞെട്ടിച്ചുകൊണ്ട് ആദർശ് ആ തീരുമാനം എടുക്കുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ആദർശ് ജയിലിലായതുകൊണ്ട് അനന്തപുരിയിൽ ആകെപ്പാടെ വിഷമാണെന്നാണ്. അപ്പം ജലജ വിളിച്ചിട്ട് അഭിയോട് പറയുന്നുണ്ട്, അഭി ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, മരണ വീട് പോലെ ആയിരിക്കുകയാണ്. അവൻ ജയിലിലായതുകൊണ്ട് ആകെപ്പാടെ എല്ലാവരും ബോധം കെട്ട് വീണ അവസ്ഥയാണ്. നയനയാണെങ്കിൽ തല കറങ്ങി വീഴ വരെ ചെയ്തു എന്ന് പറയാം. അപ്പം അഭി പറയുന്നുണ്ട്, അത് നന്നായി, അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് എന്ന് പറയാണ്. അങ്ങനെ അവരൊക്കെ അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നവ്യ വരുന്നുണ്ട്. നവ്യ വന്നിട്ട് പറയുകയാണ്, ഒരു കുഴപ്പമില്ല, ആദർശ് ഇവിടെ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ ഫലമാണ് അവിടെ അനുഭവിക്കുന്നത്. എൻ്റെ അബി ജയിലിൽ കിടന്നപ്പോൾ എല്ലാവരും എന്തെല്ലാമാണ് പറഞ്ഞത്, അവനാണ് എല്ലാ തെറ്റും ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് അബി ജയിലിലായിരുന്നപ്പം എല്ലാവർക്കും കളിയാക്കല. ഞാൻ കാല് പിടിച്ച് എല്ലാവരോടും പറഞ്ഞതാ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയായിട്ട് അവിടെ കഴിയരുതെന്ന്. ഇപ്പം കണ്ടില്ലേ, ആദർശിൻ്റെ ഭാര്യ നയനെ ഗർഭിണിയായപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയായിട്ട് മാറിയില്ലേ. ഇതൊക്കെയാണ് പറയുന്നത് കർമാന്ന്, കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നൊക്കെ നവ്യ അങ്ങ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എടി നവ്യ, നീ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കൊന്നും വേണ്ട. അതേ നിൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ ജലജ, ഇവളിപ്പോൾ ഇത്ര അടങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ? അത് നീ കൂടി അറിഞ്ഞോണ്ടല്ലോ നിൻ്റെ ഗ്യാസ് അങ്ങ് തീരുമെന്ന് പറയുക. അപ്പോൾ നവ്യ ചോദിക്കുക, എന്ത് പറഞ്ഞിട്ടതേ ഇവരെ പേടിപ്പിച്ചങ്ങ് നിർത്തിയിരിക്കുന്നത്? എൻ്റെ അമ്മായിമ്മയും അഭിയൊക്കെ നിങ്ങൾക്ക് പേടിപ്പിച്ച് നിർത്താൻ പറ്റുമായിരിക്കും, പക്ഷേ എന്നെ പറ്റില്ല എന്ന് പറയാണ്. നിങ്ങളുടെ അടിമയായിട്ട് ജീവിക്കാൻ കരുത്തിട്ട് കൂട്ടിയവരാ ഇവർ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ സ്വന്തം മകനെ അങ്ങ് ജയിലിലായപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് അടക്കമായില്ലേ? എന്തെല്ലാവാ പറഞ്ഞത് അബി ജയിലിലായിരുന്ന സമയത്ത്, അത് തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ലേ? സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ദുബായ് ജയിലിൽ അവിടുത്തെ ശിക്ഷകളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാലോ. കുറച്ചൊക്കെ നിങ്ങൾ അഹങ്കരിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നവ്യ അകത്തേക്ക് പോവാം. അപ്പോൾ നയനെ ആകെപ്പാടെ തളർന്ന അവസ്ഥയില്ല. നയനെ ബെഡ്റൂമിൽ പോയി കിടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അയ്യോ, ആദർശേട്ടൻ എന്തിയെ, ആദർശേട്ടൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. അപ്പോൾ ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ദേവയാനി എന്നിട്ട് നയനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്, മോളെ ഒന്നും സംഭവിക്കില്ല, മുത്തശ്ശൻ അവിടെ നല്ല ഹോൾഡുണ്ട്, അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആദർശിനെ പുറത്തിറക്കും, നമ്മളത് ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ മാത്രമല്ല മോളെ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയണം. അഭി ചെയ്തു കൂട്ടിയ പോലൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പം നയന പറയാം, അമ്മ കേട്ടില്ലേ നവ്യേച്ചിയും അതുപോലെ അപ്പച്ചിയും ഒക്കെ പറയുന്നത് കേട്ടില്ലേ? ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ ഇതെല്ലാം എടുത്ത് തലയിൽ വെച്ചിരിക്കുക. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്, എന്നിട്ടും ആദർശേട്ടൻ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് തലയിലെടുത്ത് വെച്ചിരിക്കുക. അത് ഓർത്താ നവ്യേച്ചി ഇരിക്കുന്നത്. എന്നാതെ ഇപ്പം ഈ തെറ്റുകളും ആദർശേട്ടൻ്റെ തലയിലേക്ക് വരിക. ഒന്നും ചെയ്യാതെ ആദർശേട്ടൻ അവിടെ ജയിലിൽ കിടക്കുക. എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ഒരു സമാധാനവും കിട്ടുന്നില്ല. അവരുടെയൊക്കെ കുത്തുവാക്കുകൾ കൂടി കേൾക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് നവയനെ കരയുക. അപ്പോൾ ദേവയാനി ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ പുറത്തിറങ്ങും, നമുക്കത് പ്രതീക്ഷിച്ചിരിക്കാം, നീ ഈ സമയത്ത് ഇങ്ങനെ വിഷമിക്കരുതെന്നൊക്കെ പറയണം. നീ ഇങ്ങനെ വിഷമിക്കുന്ന കണ്ട നിൻ്റെ അനിയത്തെ നവ്യയ്ക്കും അതുപോലെ ജലജയ്ക്കും അഭിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകും. അവർ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നവരാ, അവരെ ഒന്നും അങ്ങനെ സന്തോഷിക്കാൻ അനുവദിക്കരുത്, നീ ധൈര്യമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറയണം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണെങ്കിൽ മുത്തശ്ശൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശൻ മറ്റാരോടും പറയാതെ തന്നെ ദുബായിൽ മുത്തശ്ശന് നല്ല ഹോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നീക്കുകയാണ്. അങ്ങനെ ആദർശ് ഒരു ചതിയിൽപ്പെട്ടാണ് അവിടെ ജയിലിലായതെന്നുള്ള വിവരം അറിയണം. അങ്ങനെ അതുകൊണ്ട് തന്നെ ആദർശിന് അവിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുക. ജൂവലറിക്കാർ ചെയ്ത ഒരു ട്രാപ്പാണത്. അതവിടെ തെളിയിക്കാനായിട്ട് പറ്റുകയാണ്. മുത്തശ്ശൻ ആളുകളെ പറഞ്ഞ് അത് കേൾപ്പിച്ച് അതെല്ലാം ശരിയാക്കി. അങ്ങനെ ആദർശ് ദുബായ് ജയിലിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മോനെ ആദർശേ, ഞാനിവിടെ ഈ വിവരം പറഞ്ഞിട്ടില്ല, ഇപ്പം നീ ജയിലിലാണെന്ന് അറിഞ്ഞ് ഇവിടെ കുറച്ച് പേരൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. എന്നാൽ നിൻ്റെ ഭാര്യ നയനയും അതുപോലെ ദേവയാനിയും ഒക്കെ ഒരുപാട് വിഷമത്തിലാണ്, അവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നീ അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ള വിവരം ഞാനിവിടെ ഒരു മനുഷ്യനോടും പറയുന്നില്ല, നീ സർപ്രൈസ് ആയിട്ട് തന്നെ ഇങ്ങോട്ട് പോരെന്ന് പറയാണ്.
അപ്പം പറയുന്നുണ്ട് ആദർശ്, ശരി മുത്തശ്ശൻ, ഞാൻ പോന്നോളാം, ഞാൻ എങ്ങനെയെങ്കിലും ആരും അറിയാതെ തന്നെ വരാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരുപാട് അറിയിച്ചൊന്നും വരണ്ട, മീഡിയസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതും പിന്നെ ഒരു വാർത്തയാവും. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആദർശ് ദുബായ് ജയിലിലായിരുന്നെന്നും അവിടുന്ന് പുറത്തിറങ്ങിയെന്നൊക്കെയുള്ള വാർത്തകൾ വരും. അതുകൊണ്ട് മീഡിയാസിനെ ഒന്നും കൂടുതൽ അറിയിക്കാനൊന്നും നിൽക്കണ്ട, നീ തന്ത്രപരമായിട്ട് ഇങ്ങ് പോരെ, ആരും അറിയണ്ട, ഇവിടെ പോലും വന്ന് നിൻ്റെ ഭാര്യയും അമ്മയും മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ ഉപദേശവും കൊടുക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാമെന്ന് പറയാം, എല്ലാം സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണമെന്ന് ആദർശിനോട് പറയണം വരുന്നതും ഒക്കെ. അങ്ങനെ ഓക്കെ പറഞ്ഞ് ഓക്കെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ദേവയാനിയും നയനയും കൂടെ ആകെ വിഷമിച്ച് ഭക്ഷണം പോലും കഴിക്കാതെയുള്ള അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ജലജ വന്നിട്ട് വിളിക്കുന്നുണ്ട് നയനയെ, ഭക്ഷണം കഴിക്കാൻ നിങ്ങളാരും വരുന്നില്ലേ, ഇതെന്താ മരണവീട് പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നയനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ദേവയാനി പറയാം, ഞങ്ങൾക്ക് നല്ല വിശപ്പില്ല, അവൾക്ക് വിശപ്പുണ്ടെങ്കിൽ അവൾ വന്ന് കഴിച്ചോളും, നീ പൊയ്ക്കോ ജലജ എന്ന് പറയുമ്പോൾ ജലജ പറയാം, ഈ സമയത്ത് ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കല്ലേ, എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർക്കണം, അപ്പോൾ അതനുസരിച്ച് ആഹാരമൊക്കെ കഴിക്കണം. ഇതിപ്പം അവൻ ചെയ്ത തെറ്റിൻ്റെ ഫലത്തിന് അവൻ അവിടെ കിടക്കുന്നു, അതിനിപ്പോൾ ഇവിടെ വിഷമിച്ചിരുന്നത് കൊണ്ട് വല്ലതും അവനെ പുറത്തിറക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജാമ്യമൊക്കെ കിട്ടി ഇറക്കായിരുന്നു. പക്ഷേ ദുബായിലെ കാര്യം അങ്ങനെയൊന്നും അല്ലല്ലോ, അവിടെ അതൊക്കെ വളരെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ നമ്മൾ സഹിക്കണ്ടേ? വരുന്നതൊക്കെ സഹിക്കണം. ഇനിയിപ്പം ഇതൊക്കെ വയറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം പോലെ കൂടി ഇരിക്കും. അതിൻ്റെ തല ഇങ്ങോട്ട് വരാറായപ്പോൾ തന്നെ അച്ഛൻ ജയിലിലായില്ലേ, അത് അത്ര നല്ല സൂചനയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അപ്പം ദേവയാനി പറയാം, ജലജ നീ മിണ്ടാതിരിക്കുന്നോ ഉണ്ടോ, വിഷമിച്ചിരിക്കുന്ന നയന മോളെ വീണ്ടും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ പറയരുത്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ നാക്കിനൊരു കടിഞ്ഞാണിടണമെന്ന്, ഇല്ലെങ്കിൽ നീ പലതും അനുഭവിക്കേണ്ടി വരുമെന്ന്. എന്നിട്ട് നീ ഇപ്പം പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ജലജ പറയും, ഞാനൊന്നും പറഞ്ഞില്ല, അല്ല നമ്മുടെ പുരോഹിതനെയൊക്കെ ഒന്ന് വിളിച്ച് പ്രശ്നം വെച്ച് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ കുഞ്ഞിൻ്റെ ജന്മം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ആദർശിനോ ഇവക്കോ അതോ ഈ കുടുംബത്തിനോ ഒക്കെ ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയണ്ടേ. ഇപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ഓട്ടിക്കുവാണ് ജലജ, നീ ഒന്ന് പോകുന്നുണ്ടോ, പ്രശ്നം വെച്ച് നോക്കണോ വേണ്ടയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. കുഞ്ഞിൻ്റെ ജന്മം കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയൊക്കെ സഹിച്ചോളും, നീ അതിനായിട്ട് വരണ്ട. നിൻ്റെ മകനും ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനെ ശരിക്കും നോക്കാനായിട്ട് നീ ശ്രമിക്കുക. എൻ്റെ മുന്നിൽ ഇങ്ങനെ നിവർന്ന് നിന്ന് കൂടുതൽ വർത്താനം പറയാതിരിക്കുന്നത് ജലജ നല്ലത്, നീ അകത്തേക്ക് കയറിപ്പോന്ന് പറയാം. അങ്ങനെ ജലജ കുറേ കുത്തുവാക്കുകളൊക്കെ അഴിച്ചിട്ടിട്ട് കയറിപ്പോവാണ്. എന്നിട്ട് അടുക്കളയിൽ ചെന്ന് നിൽക്കുമ്പോൾ ജലജയ്ക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. കാരണം ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായി, എല്ലാവരും നല്ല വിഷമത്തിലാണ്, മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ മറ്റുള്ളവരും അത് എല്ലാം വിഷമത്തിലാണ്. പോരാത്തതിന് ദേവയാനി നയനയും വിഷമിക്കുന്നത് ഇരട്ടി സന്തോഷം. അങ്ങനെ ജലജ അടുക്കളയിൽ നിന്ന് വിചാരിക്കുന്നുണ്ട്, എന്തെല്ലാം കളികൾ കളിച്ചാ ഇപ്പം ഞാൻ ഇത്രയും അങ്ങ് താന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാലേ ആ സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞെങ്കിൽ ആ നവ്യ അവൾ ഇവിടെ ഇട്ടേക്കുകയല്ല, അവനെ അബിയെ തല്ലിക്കൊന്നിട്ട് അവൾ പോകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഇത്രയും അങ്ങ് ക്ഷമിച്ച് നിൽക്കുന്നത്, അല്ലാതൊന്നും അല്ല. അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒന്ന് അഴിഞ്ഞാടിയനെ, എനിക്കിനിയും അവസരം കിട്ടും എന്നൊക്കെ ജലജ പറയാം. എന്നിട്ട് ജലജയാണെങ്കിൽ റൂമിലേക്ക് പോവാം. റൂമിൽ ചെല്ലുമ്പോഴേക്കും അവിടെ അബിയും നവ്യൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ജലജയോട്, എന്തിനാമ്മേ അമ്മ ഇങ്ങനെ അവരുടെ മുമ്പിൽ ഇത്രയും പാവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അപ്പച്ചി പറയുന്നതല്ലേ, എന്തിനാണ് അമ്മ ഇങ്ങനെ കേൾക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ജലജ അബി ഉരുണ്ട് കളിക്കുക. അപ്പോൾ അബി ജലജയുടെ സൈഡ് നിന്നിട്ട് പറയാം, അതെ അമ്മയ്ക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ, ഈ അനന്തപുരിയിലെ അവകാശിയൊന്നുമല്ലല്ലോ അമ്മ, അവരുടെയൊക്കെ ഔദാര്യം കൊണ്ടും ഒക്കെ ജീവിക്കുന്നവരാ ഞങ്ങൾ, അല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് പറയാൻ രക്തബന്ധമൊന്നും ഇല്ലല്ലോ, എടുത്ത് വളർത്തിയതല്ലേ അമ്മേ. അപ്പോൾ പിന്നെ അമ്മായി പറയുന്നതൊക്കെ കേട്ട് നിൽക്കാതിരിക്കാനൊന്നും പറ്റില്ല. മുത്തശ്ശനും മുത്തശ്ശിയും വരെ അമ്മയോട് അങ്ങനെയാണ് പെരുമാറുന്നത്, ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്താകില്ലേ എന്ന് ചോദിക്കുക. അപ്പം ജലജയും ഭയങ്കര പാവത്തത്തിൽ പറയാം, ശരിയാ മോളെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ആരുമല്ല, അതെ നേരത്തെ തൊട്ടേ എന്നോട് ഇങ്ങനെയായിരുന്നു പ്രവർത്തികളൊക്കെ, എന്നെ ഇവിടെ ഒരു അടിമയെപ്പോലെ ഒരു ജോലിക്കാരിയെ പോലെയൊക്കെ തന്നെയാണ് ഇവർ കണ്ടിരിക്കുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏടത്തേക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ടൊക്കെ എന്നെ ഒരു അടിമയെപ്പോലെ വേലക്കാരിയെ പോലെ നീ കാണുന്നില്ല ഇട്ട് പണിയിപ്പിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, കാണുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്തത്, അമ്മ നേരത്തെ ഇങ്ങനെ ആയിരുന്നല്ലോ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുകയും നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പം അവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഓസ്റ്റാനിച്ച് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നുന്നു. അമ്മയും അബിയും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നെന്ന് പറയാം.
അപ്പോൾ അവി പറയുക എന്തൊപ്പിച്ച് വെക്കാനാണ് നവിയെ, ഞാനും അമ്മയും കൂടി എന്തൊപ്പിക്കാനാണ് ഈ സമയത്ത്, അവരുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നതാ. ഇപ്പം ആദർശ് ജയിലിലൂടെ കിടക്കുന്നതിൻ്റെ ദേഷ്യം ഞങ്ങളോടാ തീർക്കുന്നത്. നീ ഇതൊന്നും കാര്യമാക്കാൻ പോകണ്ട, അതൊക്കെ വിട്, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്ന് പറയുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട് അക്കാര്യത്തിലൊരു സന്തോഷമുണ്ട്, അതേ അവൻ അവിടെ ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും സന്തോഷമായി. ഇവിടെ തന്നെ അവിഹിതത്തിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ തള്ളയെ ഇത്രയധികം ഉപദ്രവിച്ച അവൻ അനുഭവിക്കണം, അവന് കിട്ടേണ്ടത് കിട്ടണം. കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇവിടെ അവനെ എല്ലാവരും എടുത്ത് തലയെ വെക്കുകയാണെങ്കിലും അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും, പക്ഷേ ദുബായിൽ ചെന്നപ്പോൾ അവന് പണി കിട്ടിയല്ലോ, കിട്ടട്ടെ, അതങ്ങനെ തന്നെ വേണമെന്ന് പറയാണ്. അപ്പം ജലജ പറയാം ശരിയാ, അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനിവിടെ അടിമയെ പോലെ പണിതാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ദേ ഇപ്പം അവരുടെ എല്ലാം കണ്ണ് നിറഞ്ഞില്ലേ, ദേവയാനിയും അതുപോലെ തന്നെ നയനയും. നയനയുടെ മനസ്സിൽ ഇപ്പം തീയാണ്. ഏത് സമയം ഭക്ഷണം പോലും ഇല്ലാതെ ഇരുന്ന് കരയാണ് അവൾ ഭർത്താവിനെ ഓർത്തിട്ട്. അപ്പോൾ നവ്യ പറയാം അവൾ കരയണം, കരയട്ടെ, ഞാനും കുറച്ച് കരഞ്ഞാ. ദേ അബിയുടെ കാര്യം പറഞ്ഞാൽ അവളുടെ കാല് പിടിച്ചതാ. എന്നിട്ട് അവളും നന്ദുവും ഒന്നും അതിന് സമ്മതിച്ചേ ഇല്ല. അവരൊക്കെ എന്നെ ഒഴിവാക്കി വിടുകയായിരുന്നു ചെയ്തത്. ഇപ്പം അവർക്കും അങ്ങനെ ഒരു അവസരം വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണെന്ന് പറയാണ് കേട്ടോ. പക്ഷെ നവ്യ പറയുന്നതിലും കുഴപ്പമൊന്നുമില്ല. കാരണം നവ്യയോട് സത്യം തുറന്ന് പറഞ്ഞിട്ടില്ല. ആ അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നും അബിയാണ് ഈ തെറ്റുകളെല്ലാം ചെയ്ത് കൂട്ടിയിരിക്കുന്നതെന്നൊന്നും പറയാതിരുന്നിട്ട് പിന്നെ നവ്യയെ കുറ്റപ്പെടുത്താൻ ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല. കാരണം നവ്യ പറയുന്നതിലാണ് ശരിക്കും കാര്യമുള്ളത്. ആദർശ് ഇത്രയും തെറ്റ് ചെയ്തിട്ടും ആദർശിനെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ എന്ന് നവ്യ ചോദിച്ചത് സത്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം അതിനുശേഷം വെളിയിൽ ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ദേവയാനിയും നയനയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ആദർശേട്ടനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അതും നമ്മുടെ നാട്ടിലെ ജയിലിലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും, ഇതിപ്പോൾ ദുബായിലെ ജയിലിൽ എന്തൊക്കെയാവും അറിയില്ല, ആദർശേട്ടനെ എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയില്ല, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും ഓർത്തിട്ടെന്നൊക്കെ നയന പറയുക. അപ്പോഴേക്കും ദേവയാനിയും പറയുന്നുണ്ട് ശരിയാ മോളെ, അതൊക്കെ ശരിയാവും മോൾ, ഈ സമയത്ത് വിഷമിക്കരുത്. ഒരു ബിസിനസ്സുകാർക്ക് ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. ദൈവം നമ്മുടെ ഭാഗത്ത് തന്നെയുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും എന്നൊക്കെ പറയാം. മോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുകയാണേ. പാതിരാത്രിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം വരാത്തത് കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന മറ്റുള്ളവരെല്ലാം കിടന്ന് ഉറങ്ങിയ സമയത്താണ് അപ്പോൾ ഒരു വണ്ടി വരികയാണ് കേട്ടോ, ഒരു ടാക്സിക്കാർ വരിക. അപ്പം ദേവയാനി നയനയും കൂടെ നോക്കുമ്പോൾ അതിൽ നിന്ന് ആദർശാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. ആദർശ് ഇറങ്ങി വരുമ്പോഴേക്കും ഇവർ അത്ഭുതപ്പെട്ട് നോക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് പോലും അവർക്ക് തോന്നുക. അപ്പോൾ രണ്ടുപേരുടെ ഇറങ്ങി ആദർശേട്ടാന്നൊക്കെ പറഞ്ഞ് നയനി, ആദർശ മോനെ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ചെല്ലുമ്പം ആദർശ് സന്തോഷപൂർവ്വം ഇറങ്ങി വരിക. അപ്പോൾ ചോദിക്കുന്നുണ്ട് മോനെ നീ ജയിലിലാണെന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെ വന്നു, നീ എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയാം അതൊക്കെ ഒരു വലിയ കഥയാമേ എന്ന് പറയാണ്. അപ്പം നയനി ചോദിക്കുന്നുണ്ട് എന്തിനാ ആദർശേട്ടാ അവിടെ ആദർശനെ ജയിലിൽ പിടിച്ചിട്ടത്, അത് എന്താന്ന് വെച്ചാൽ പറ, ആരാ ഈ ചതി ചെയ്തത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ചതിയാണ് നയനെ, കുറയാനാണെങ്കിൽ കുറച്ചുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം, ഇപ്പം ബാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയാം. അപ്പം ഇവർ രണ്ടുപേരും പറയാം ഭയങ്കര സന്തോഷമായി, ആദർശേട്ടൻ ജയിലിൽ കിടക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും പോലും പറ്റുന്നില്ലായിരുന്നു, ഇപ്പോഴെനിക്കൊന്ന് ശ്വാസം വീണത് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവൂ എന്ന് നയന പറയാം. അപ്പോൾ ദേവയാനിയും പറയാം ശരിയാ മോനെ, വാ മോനെ നീ അകത്തേക്ക് കയറി വാ, എന്താ സംഭവിച്ചതെന്നൊക്കെ പിന്നെ പറഞ്ഞാൽ മതി, നീ റൂമിലേക്ക് ചെല്ല്, ഫ്രഷായി ഫുഡൊക്കെ കഴിക്കുന്നൊക്കെ പറയാം. ശരി അമ്മയെന്നൊക്കെ പറഞ്ഞ് പോവുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എല്ലാവരെയും വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കുക ദേവയാനി. അപ്പം പറയുന്നുണ്ട് വേണ്ടമ്മേ, അമ്മ തൽക്കാലം ഇത് ആരോടും നമ്മൾ പറയുന്നില്ല, ഇപ്പം നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞല്ലോ അത് മതി, മുത്തശ്ശനും കാര്യങ്ങളൊക്കെ അറിയാം, വേറെ ആരോടും ഞാൻ ഈ കാര്യം പറയുന്നില്ല എന്ന് പറയാം. അപ്പം ദേവയാനി ചോദിക്കുക അതെന്താ മോനെ നീ ഒന്നും പറയുന്നില്ലാത്തതെന്ന് ചോദിക്കുക. അതെന്താന്ന് വെച്ചാൽ ഇപ്പം 2 ദിവസം ഞാൻ വന്നില്ല എന്ന് വിചാരിക്കട്ടെ, അവരൊക്കെ ഒന്ന് സന്തോഷിച്ചോട്ടെ, 2 ദിവസം കൂടി ഞാൻ ദുബായ് ജയിലിലാണെന്ന് വെച്ച് ഇവിടെയുള്ള നമ്മുടെ ശത്രുക്കൾ സന്തോഷിക്കട്ടെ, എനിക്ക് ഈ ചതി ചെയ്തതിൽ അവയ്ക്ക് നല്ല പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ ഈ ചെയ്തതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അവൻ അറിയട്ടെ, അങ്ങനെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പോട്ടെ, അവർ മനസ്സിലാക്കട്ടെ, അവരുടെയൊക്കെ മനസ്സറിയാനായിട്ട് ഞാൻ 2 ദിവസം ഒന്ന് ഒളിച്ചിരിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുക, റൂമിൽ ഇരുന്നോളാം, അപ്പോൾ അറിയാമല്ലോ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന വിഷം എന്തൊക്കെയാണെന്ന് എന്നൊക്കെ പറയാം. അപ്പം നയനി പറയുന്നുണ്ട് ശരിയെന്ന് പറയാം. അങ്ങനെ ആദർശ് റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഒക്കെ ഇരിക്കുക, അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വാതിലിൽ വന്ന് മുട്ടുവാണ് നമ്മുടെ നവ്യ വന്ന് മുട്ടുമ്പം ആദർശ് പറയും ഞാൻ തൽക്കാലം മാറി നിൽക്കാം, ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട, ആരായാലും ശരിയെന്ന് പറയാം. അങ്ങനെ ആദർശ് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നവ്യ റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ. വന്നിട്ട് ചോദിക്കുകയാണ് എന്താ നീ കിടന്നില്ലേ എന്ന് ചോദിക്കുക. ഫോണും പിടിച്ചോണ്ട് നടക്കുകയാണ്, നിൻ്റെ ഭർത്താവ് അവിടെ ജയിലിൽ കിടക്കുകയാണല്ലോ, ഇപ്പോഴെങ്ങും അവനെ ഇറങ്ങാനൊന്നും പോകുന്നില്ലടി, സ്വർണ്ണക്കടത്ത് കേസിലാണ് അവനെ പിടിച്ചത് എന്ന് പറയാം. അപ്പം ഉടനെ നയന പറയുന്നുണ്ട് അതെങ്ങനെ ചേച്ചിക്ക് മനസ്സിലായി, ആദർശേട്ടൻ
അങ്ങനെ സ്വർണ്ണക്കടത്തൊന്നും ചെയ്യാറില്ലല്ലോ, ആദർശേട്ടൻ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യാറില്ലെന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് തെറ്റ് അവൻ ചെയ്യണമെന്നില്ലല്ലോ, ജുവലറിയിൽ ചിലരൊക്കെ ചെയ്തത് അവൻ്റെ തലയിലായെന്നാ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം നീ ഓർത്തു, ആ നബിയെ ഒരു കാരണവും ഇല്ലാതെ ജയിലിലിട്ടപ്പോൾ നീയൊക്കെ കുറേ സന്തോഷിച്ചില്ലേ? നിന്റെ കാല് വന്ന് പിടിക്കേണ്ടി വന്നില്ലേ? എന്നിട്ട് പോലും നിങ്ങളാരും എന്നോടൊരു ഔദാര്യവും കാണിച്ചില്ലല്ലോ. ഇപ്പം കണ്ടില്ലേ നീ കർമ്മ, ആദർശനം കിട്ടിയില്ലേ? നീ നന്നായിട്ട് വിഷമിക്കല്ലേ? ഒരു കുഴപ്പമില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് സന്തോഷമാണ് തോന്നുന്നത് എന്ന് പറയുമ്പം നയന പറയാ, ഓ ചേച്ചിക്ക് അത്രയ്ക്ക് സന്തോഷമാണോ? അതേന്ന് പറയാണ്, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അതിനെ ഓർത്തിട്ടാ എനിക്ക് സന്തോഷം. ആ കുഞ്ഞ് നിന്റെ വയറ്റി മുള പൊട്ടിയപ്പോഴേ അതിൻ്റെ അച്ഛൻ ജയിലിൽ കിടന്നില്ലേ, അന്ന് ഞാൻ നിങ്ങളോടൊക്കെ കാല് പിടിച്ചു പറഞ്ഞു എൻ്റെ ഭർത്താവിനെ ജയിലിലാക്കല്ലേ, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ വളർന്നു വരുമ്പോൾ അവൻ്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്താവുമെന്ന്. ഇതിപ്പം നിന്റെ വയറ്റിൽ ആ കുഞ്ഞു വന്നപ്പോൾ തന്നെ ജയിലിലായില്ലേ അവൻ. ഇനിയിപ്പം ദുബായ് ജയിലിൽ നിന്ന് അവൻ പുറത്തിറങ്ങുമെന്ന് പോലും അറിയില്ല. അവിടുത്തെ നിയമങ്ങളൊക്കെ അത്രയ്ക്ക് ബലമുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോഴും അതിൻ്റെ അച്ഛൻ ജയിലിലായിരിക്കും, അതോ ജീവനോടെ പോലും ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നയനയ്ക്ക് നല്ല ദേഷ്യം വരെ, ചേച്ചി ഒന്നും മിണ്ടാതിരിക്കെ, ചേച്ചി ഇപ്പം പറയുന്നതിനൊക്കെ ചേച്ചി വീണ്ടും കരയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും ചേച്ചി നല്ലതെന്ന് പറയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഇതൊക്കെ ഒപ്പിച്ച് വെച്ച് ആദർശേട്ടനെ ചതച്ച് കൂടത്തി അഭിയുണ്ടാവും എന്ന് പറയാം. അപ്പം നബി പറയാം, ഓ ഇനിയിപ്പം ദുബായിലെ ജയിൽ ആദർശായതിനും ഈ നാട്ടിൽ കിടക്കുന്ന അഭിയെ തന്നെ കുറ്റപ്പെടുത്തിക്കോണം. അവരെന്താ ദുബായി പോയി ആദർശിനെ പിടിച്ച് ജയിലിലിട്ടാണോ? വെറുതെ എല്ലാത്തിനും അഭിയെ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കോണം. തെറ്റ് ചെയ്യുന്നവന്മാർക്കൊക്കെ ഇവിടെ സുഖമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് നവ്യ. അപ്പോൾ ആദർശ് ഇതൊക്കെ ഒളിച്ചെന്ന് കേൾക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആദർശ് വന്നിട്ട് നയനോട് പറയുന്നുണ്ട്, നവ്യയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവളുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു ദുഷ്ടനാണ്, കാരണം ചന്തുമോളുടെ അമ്മയെ ചതിച്ച് ചന്തുമോളെ പോലെ ഒരു കുഞ്ഞ് അവിഹിതത്തിലുണ്ടായ ഞാൻ ദുഷ്ടനാണ്, കാരണം ഞാൻ ഇവിടെ എല്ലാവരാലും സംരക്ഷിക്കപ്പെട്ട് ജീവിക്കുകയാണെന്നൊരു ചിന്തയാണ്. അവളുടെ ഭർത്താവ് അബിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയുമ്പം ഇപ്പം ഈ പറഞ്ഞൊക്കെ തിരിച്ചു പറയുമോ, അബിയെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമോ എന്ന് പോലും അറിയില്ല. എങ്ങനെയായിരിക്കും നവ്യ പ്രതികരിക്കുകയെന്നും അറിയില്ല എന്ന് പറയാം. അപ്പം നയന പറയാം, നീ കളിയൊക്കെ കുറെ കൂടി പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നവ്യേച്ചിയെ ഈ വിവരം അറിയിക്കാതിരിക്കാൻ പറ്റിയല്ല ആദർശേട്ടാ. നവ്യേച്ചിയെ അവർ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ വിധത്തിലാക്കി ഇവിടെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നവ്യേച്ചി പറയുന്നത് കേട്ടില്ലേ, അതിനൊക്കെ കാരണം ആ അബിയ. അതുകൊണ്ട് ഈ സത്യം നമ്മൾ ഇനി അധിക കാലം മറച്ചു വെക്കാനൊന്നും പറ്റില്ലെന്ന് പറയാം. അപ്പം ആദർശം പറയുന്നുണ്ട്, ശരിയാ, അധികം നാളൊന്നും ഈ സത്യം നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയാം. പിന്നെ നയനയായിട്ട് സംസാരിക്കുകയാണ് ആദർശ്. ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ, ദുബായിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ. ജുവലറിക്കാർ ഒരു തട്ടിപ്പിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ട് അത് ആദർശിൻ്റെ തലയിൽ ചുമഴ്ത്തി അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്ന നിലയിൽ ആദർശ് ജയിലിൽ കിടക്കായിരുന്നു. അതിന് നാട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം അറിയാണ് കേട്ടോ ഈ ജുവല്ലറിക്കാർക്ക്. അത് ആരായിരിക്കും, അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇത് ചെയ്തതെന്നും അറിയാം. അപ്പം നയന പറയുന്നുണ്ട് അത് അബിക്ക് എന്തെങ്കിലും. അപ്പം ആദർശ് പറയാം, തീർച്ചയായിട്ടും അവൻ്റെ സന്തോഷം 2 ദിവസം കൂടെ നിൽക്കട്ടെ, അത് കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ ആദർശ് വന്നു എന്നുള്ള വിവരമൊക്കെ അത് കഴിഞ്ഞ് എല്ലാവരും അറിയുന്നുണ്ട്. ആദർശിനൊരു പ്രശ്നം ഉണ്ടായില്ല എന്നറിയുമ്പം അബിയും നവ്യയും എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. പക്ഷേ വേറൊരു സംഭവം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകാണ്. നമ്മുടെ നയനയ്ക്ക് കലശലായ വയറുവേദന വരികയാണ് കേട്ടോ. അപ്പോൾ ഈ വയറുവേദന വന്നു കഴിയുമ്പോഴേക്കും എന്താവും എന്നറിയാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ദേവയാനി പറയാം. അങ്ങനെ നയനയും ആദർശും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ നടത്തി ഡോക്ടർ പരിശോധിച്ചു, സ്കാൻ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർ വിളിച്ച് ആദർശിനോടും നയനയോടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ആണെന്നുള്ള കാര്യമൊക്കെ പറയാം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വളരെ ഒരു വിഷമത്തോടു കൂടി ഞാൻ പറയുകയാണ് ആദർശേ, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ട. അപ്പം ഞെട്ടിപ്പോവാണ് രണ്ടുപേരുവേ. അപ്പം അല്ല, ഞാൻ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടൊക്കെ ഉണ്ടായ കുഞ്ഞാണ്, പക്ഷേ ഈ കുഞ്ഞുണ്ട് ജനിച്ച് വരുന്നത് ഈ നയനയ്ക്ക് ദോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് വളരും തോറും നയനയുടെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് നയനയ്ക്ക്. ഇല്ലെങ്കിൽ കുഞ്ഞോ അമ്മയോ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. മിക്കവാറും കുഞ്ഞിനെ കിട്ടിയാലും നയനയുടെ ജീവൻ അത് ആപത്താണെന്ന് തീർത്ത് പറയുക. അപ്പോൾ ആദർശിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, ഡോക്ടറെ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അങ്ങനെ അങ്ങ് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് തീർത്ത് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയനോട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല നയനെ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല. അപ്പോൾ ഡോക്ടർ പറയാം, നിങ്ങളൊരു തീരുമാനം എടുക്കുക, അങ്ങനെയുണ്ടെങ്കിൽ ഒരുപാട് താമസിക്കാതെ തന്നെ ഒരു തീരുമാനം എടുക്കണം, ഇല്ലെങ്കിൽ നയനൻ്റെ ജീവൻ ആപത്താണെന്ന് പറയാം.
അങ്ങനെ ഭയങ്കര വിഷമത്തോടെ വീട്ടിൽ ചെല്ലുക. അപ്പോൾ നയനയോട് ആദർശ് പല പ്രാവശ്യം പറയുന്നുണ്ട്, നയനെ റിസ്ക് എടുക്കണ്ട, കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാകും, കുറച്ച് ലേറ്റ് ആയാലും. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളില്ലെങ്കിലും നമ്മളുടെ ജീവിതം സന്തോഷമായിട്ട് തന്നെ പോവും, ചന്തുമോളില്ലേ നമുക്ക്, അതുകൊണ്ട് നീ ഈ റിസ്ക് എടുക്കണം എന്ന് പറയുമ്പോൾ നയന പറയുകയാണ്, ഇല്ല ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ ജീവൻ ഉണ്ടാവണ്ട, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇനി മരിച്ചു പോകുന്നെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ, ഞാൻ സമ്മതിക്കില്ല, അതിന് ആദർശേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ലെന്നൊരു തീരുമാനം നയന എടുക്കുക. അപ്പോൾ ആദർശിന് ഭയങ്കര ദേഷ്യമാവുകയാണ്. ആദർശ് നയനയെ നിർബന്ധിക്കുക, എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല അതല്ലാതെ പറ്റില്ല എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇങ്ങനെ നിർബന്ധിച്ച് എനിക്ക് ചില തീരുമാനം എടുക്കണം, എൻ്റെ കുഞ്ഞിനെ കൊല്ലണ്ടെന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, ഇനി അതിന് ആദർശേട്ടൻ എതിർപ്പാകുകയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും തമ്മിൽ നല്ല ഒരു ഉടക്കിലേക്ക് പോകുന്നുണ്ട് ഈ കേസിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ കളയാൻ ആദർശ് പറയും, അതിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുകയാണ് നയന. നയന അതിൻ്റെ പേരിൽ പിണങ്ങി വീട്ടിലേക്ക് പോവുകയും ഡിവോഴ്സ് ചെയ്യാൻ പോവുകയും ഒക്കെ ചെയ്യുവാണ്. എന്തൊക്കെ വന്നാലും ഈ കുഞ്ഞിനെ ഞാൻ കളയില്ല, അതിനായിട്ട് ആദർശേട്ടൻ നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞ് നയന അവിടുന്ന് പിടങ്ങിയിട്ട് നന്ദാവനത്തിലേക്കൊക്കെ പോകുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനുശേഷം അവർ ഒന്നാവുന്നൊക്കെ ഉണ്ട്. എങ്കിലും ആദർശ് നയനയുടെ ജീവനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ നയന അതിന് സമ്മതിക്കാതെ പിണങ്ങി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്